ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കൺഫ്യൂസിങ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് തെറ്റിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ തെർമൽ സ്ട്രെസ് എന്ന ടോപ്പിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ എന്താണ് ഈ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. നമ്മൾ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അതിന് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ? സ്ട്രെസ്. ഇനി തെർമൽ സ്ട്രെസ് എന്താണ്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഹീറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു റിജിഡ് മെറ്റീരിയൽ. അതിൻ്റെ രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഫിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിക്കാം. രണ്ട് എൻഡും ഫിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിക്കാം. സോ ഈ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ്. എങ്ങനെ? ബൈ സപ്ലൈയിങ് സം എമൗണ്ട് ഓഫ് ഹീറ്റ്. നമ്മൾ കുറച്ച് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ട്രൈ ടു എക്സ്പാൻഡ് ചെയ്യില്ല, കാരണം നമ്മൾ എന്ത് ചെയ്തേക്കാണ്? രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഈ മെറ്റീരിയൽ വിൽ ട്രൈ ടു എക്സ്പാൻഡ്, ബട്ട് ദാറ്റ് എക്സ്പാൻഷൻ ഈസ് പ്രിവെന്റഡ് ബൈ ദി ഫിക്സഡ് സപ്പോർട്ട്സ്, റൈറ്റ്? സോ ഇങ്ങനൊരു പ്രിവെൻഷൻ ഉള്ളത് കൊണ്ട് ആ മെറ്റീരിയലിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അത് എക്സ്പാൻഡ് ആവാൻ ട്രൈ ചെയ്യും, ബട്ട് ആ എക്സ്പാൻഷൻ എന്ത് ചെയ്യും? നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ആ രണ്ട് സപ്പോർട്ടുകൾ റെസിസ്റ്റ് ചെയ്യും. സോ ഈ റെസിസ്റ്റൻസ് മൂലം ഈ മെറ്റീരിയലിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒരു സ്ട്രെസ് ജനറേറ്റ് ചെയ്യും. സോ ഈ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമൽ സ്ട്രെസ്. തെർമൽ സ്ട്രെസ്. ഈ തെർമൽ സ്ട്രെസ് എപ്പോഴും ജനറേറ്റ് ചെയ്യുമോ? നമ്മൾ എപ്പോൾ ഹീറ്റ് കൊടുത്താലും അത് ജനറേറ്റ് ചെയ്യുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. സോ ഈ തെർമൽ സ്ട്രെസ് ചില കണ്ടീഷൻസിലാണ് മെറ്റീരിയലിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുള്ളൂ. സോ നമുക്ക് ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ. അതിൻ്റെ രണ്ട് എൻഡും എന്താണ്? ഫിക്സഡ് ആണ്. രണ്ട് എൻഡും ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം. രണ്ട് എൻഡും ഫിക്സഡ് ആണ്. സോ ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ആ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ആണ് ഇ. യങ്സ് മോഡുലസ് ഇ ആണ്. ആ മെറ്റീരിയലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഈ മെറ്റീരിയലിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫയാണ്. ഇതെന്താ നമ്മൾ പറയും? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫയാണ്. ഈ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി ആണെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി എന്ന് വിചാരിക്കാം. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് യൂണിറ്റി ആകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ, ടെമ്പറേച്ചർ ഇൻക്രീസ് യൂണിറ്റി ആകുമ്പോൾ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ, അതിന് വിളിക്കുന്ന പേരാണെന്ത്? അതിന് വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേം ആണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. സോ ആൽഫ ഈസ് നത്തിങ് ബട്ട് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. എന്താണ്? ഇറ്റ് ഈസ് ദി സ്ട്രെയിൻ പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്തു. സോ ആ മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഇതിനകത്തും എന്ത് ചെയ്യും? ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും, തെർമൽ സ്ട്രെസ്. തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് തെർമൽ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? തെർമൽ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. എന്താണ് ആൽഫ എന്ന് പറയുന്നത്? ആൽഫ ഇസ് നത്തിങ് ബട്ട് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. സോ ആൽഫ ഇസിക്കൽ എന്താ? സ്ട്രെയിൻ ബൈ ഡെൽറ്റ ടി ആണ്.
സോ സ്ട്രെയിൻ ഈസിക്കൽ എന്തായിരിക്കും? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ദെൻ ഇത് തെർമൽ സ്ട്രെയിൻ ആണ്. തെർമൽ സ്ട്രെസ് എന്തായിരിക്കും? തെർമൽ സ്ട്രെസ് തെർമൽ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം സ്ട്രെയിൻ അറിയാമെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? നമുക്കറിയാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. ഏതാ? യങ്സ് മോഡുലസ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെർമൽ സ്ട്രെസ് എന്തായിരിക്കും? തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ, ഇ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ തെർമൽ സ്ട്രെസ്. ഓക്കെ, സോ ഈ കേസിലുള്ള തെർമൽ സ്ട്രെസിന്റെ വാല്യൂ ഇതാണ്. കുഴപ്പമില്ല. സോ ഒന്നാമത്തെ കേസ് ഇത്. രണ്ടാമത്തെ ഒരു കേസ് എടുക്കുവാണ്. നമ്മുടെ ബീം, നമ്മുടെ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ ഒരെൻഡ് ഫിക്സ് ചെയ്തേക്കാന്ന് വിചാരിക്കാം. ഇതിന്റെ യങ്സ് മോഡുലസ് ഇ ആണ്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ഈ ബീമിനെ ഹീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യണം. സോ ഇവിടുത്തെ തെർമൽ സ്ട്രെയിൻ എന്തായിരിക്കും? തെർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തെർമൽ സ്ട്രെസ്? സിഗ്മ തെർമൽ ഈസ് ഇക്വൽ ടു നമ്മൾ നോർമലി എന്ത് പറയും? ഇ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി, ഇ ഇൻറ്റു തെർമൽ സ്ട്രെയിൻ എന്ന് പറയും. പക്ഷെ എന്താണ്? ഇത് തെറ്റാണ്. ഇവിടുത്തെ തെർമൽ സ്ട്രെസ് എന്താണ്? 0 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടുത്തെ തെർമൽ സ്ട്രെസ് എന്താണ്? 0 ആണ്. കാരണം എന്താണ്? ഇവിടെ തെർമൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യത്തില്ല. കാരണം ഇവിടെ നമ്മുടെ മെറ്റീരിയൽ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് അല്ലെ? മെറ്റീരിയൽ ഇവിടെ എന്താണ്? ഫ്രീ ടു എക്സ്പാൻഡ് ആണ്. അതായത് അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല? ഇവിടെ തെർമൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യില്ല. അതായത് ഒരു മെറ്റീരിയലിന്റെ എൻഡ് ഫ്രീ ആണെങ്കിൽ അവിടെ തെർമൽ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സപ്പോസ് ഇതിന് പകരം 2 എൻഡും ഫ്രീ എന്ന് വിചാരിക്കാം. ഒന്നല്ലെങ്കിൽ 1 എൻഡ് ഫ്രീ ആവാം, അല്ലെങ്കിൽ 2 എൻഡും ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, സപ്പോസ് ഒരു ബീമോ എന്തെങ്കിലും ആവട്ടെ, ഒരു കാസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയലോ എന്തും ആവട്ടെ, അതിന്റെ യങ്സ് മോഡുലസ് ഇ ആണ്, ഇതിന്റെ തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫയാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി ആണ്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഇവിടെയുള്ള തെർമൽ സ്ട്രെയിനിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ശ്രദ്ധിക്കണം, സ്ട്രെയിൻ 0 അല്ല. പക്ഷെ ഇവിടെ എന്താണ്? സ്ട്രെസ് 0 ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്ട്രെയിൻ 0 അല്ല, സ്ട്രെസ് 0 ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? 2 എൻഡും ഫ്രീ ആയിട്ടുള്ള ഒരു ബീം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ തെർമൽ സ്ട്രെസ് 0 ആണ്, അവിടുത്തെ സ്ട്രെയിൻ 0 അല്ല. ഓക്കെ, ഇതാണെന്ത്? നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ. കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് നമ്മുടെ കയ്യിലൊരു ബീമുണ്ട്. അതിന്റെ 1 എൻഡ് ഫിക്സഡ് ആണ്, അതിന്റെ അതർ എൻഡ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്. ഇ ഈസ് ദി യങ്സ് മോഡുലസ്, alpha is the coefficient of thermal expansion, delta is the temperature difference, then A is the area of cross section. Okay, ഇത് ഫ്രീ ടു എക്സ്പാൻഡ് ആണ്. ബട്ട് ആഫ്റ്റർ സം ഡിസ്റ്റൻസ് ഇവിടെ വേറൊരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് മാറി വേറൊരു ബീം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ കേസിൽ എന്തായിരിക്കും ഇക്വേഷൻ? തെർമൽ സ്ട്രെസ്സിന്റെയും തെർമൽ സ്ട്രെയിന്റെയും ഇക്വേഷൻ എന്തായിരിക്കും നോക്കാം. സോ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ സ്ട്രെയിൻ എന്തായിരിക്കും? തെർമൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു നമ്മുടെ പഴയ ഇക്വേഷൻ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ് അല്ലെ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി.
ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാൻ പറ്റും? ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ. സപ്പോസ് ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എന്ന് വിചാരിക്കാം. ഡെൽറ്റ ഈ ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ, അതായത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ആവും. ഈ എക്സ്പാൻഡ് ആകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്, സപ്പോസ് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്ത് ഇത്രയും ലെങ്ത്തിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് വിചാരിക്കാം. സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? ലെസ് ദാൻ ഡെൽറ്റ എൽ ആണ്. സോറി, ലെസ് ദാൻ ഡെൽറ്റ ആണ്. സോ ആ കേസിൽ എന്തായിരിക്കും? സിഗ്മ തെർമൽ ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ സിഗ്മ തെർമൽ ഈസിക്കൽ 0 ആയിരിക്കും. കാരണം എന്താണ്? അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് എക്സ്പാൻഡ് ആകുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ. ദെൻ ഇഫ് ഡെൽറ്റ എൽ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ആണെങ്കിൽ, ചേഞ്ച് ഇൻ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ആണെങ്കിൽ, അതായത് നമ്മുടെ ബീം എക്സ്പാൻഡ് ആകുന്നു, എക്സ്പാൻഡ് ആയിട്ട് ഇത് ഫ്രീ ടു എക്സ്പാൻഡ് ആണ് എങ്കിൽ ഇത്രയും എക്സ്പാൻഡ് ആവുമെന്ന് വിചാരിക്കാം. ഓക്കെ. സോ ഈ കേസിൽ എന്ത് വരും? ഇത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? തെർമൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തെർമൽ സ്ട്രെസ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തെർമൽ സ്ട്രെസ്? ആ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ തെർമൽ ഈസ് ഈക്വൽ ടു എന്തുമാത്രം ഈ ഡെൽറ്റ കഴിഞ്ഞിട്ട് ഇത് എക്സ്പാൻഡ് ആവുന്നുണ്ട്? ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് മൈനസ് ഡെൽറ്റ, അത്രയാണ് ബിയോണ്ട് ഈ ഡെൽറ്റ ഇത് എക്സ്പാൻഡ് ആവുന്നത്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കിട്ടി. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ? ഇപ്പൊ സ്ട്രെയിൻ ആണ്. ഇതിനെന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ യങ്സ് മോഡുലസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിലുള്ള തെർമൽ സ്ട്രെസ് കിട്ടും. സോ ഇതൊക്കെ ഓരോ ടൈപ്പ് പ്രോബ്ലം ആണ്. നമുക്ക് എക്സാമിന് ഓരോ രീതിയിൽ എക്സാമിന് ചോദിക്കാം. ഓക്കെ. സോ ഈ കേസിലുള്ള തെർമൽ സ്ട്രെസിന്റെ വാല്യൂ എന്താണ്? ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ ആണ്. ഓക്കെ. ദെൻ വേറൊരു കേസും കൂടി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുണ്ട്, ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ. നോക്കാം. സപ്പോസ് നമ്മുടെ ബീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ ബാർ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ബാർ എന്ന് വിചാരിക്കാം. കോമ്പോസിറ്റ് ബാർ മീൻസ് ഇത് മേഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് സ്റ്റീൽ കൊണ്ട് 2 കോപ്പർ കൊണ്ടാന്ന് വിചാരിക്കാം. ഒരു ഭാഗം സ്റ്റീൽ കൊണ്ടും മറ്റേ ഭാഗം കോപ്പറും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കാം. സോ ഈ കേസിൽ എന്താ പ്രത്യേകത? സ്റ്റീലിന് ഒരു ആൽഫ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ. അതുപോലെ കോപ്പറിനും ഒരു ആൽഫ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ആണ്. കോപ്പറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനേക്കാൾ വലുതാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാം? അങ്ങനെ വരുമ്പോൾ ഇതിന്റെ രണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം, ഒരേപോലെ സൈമുണ്ടേനിയസ് ആയിട്ട് ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഹീറ്റ് ചെയ്യുമ്പോൾ കോപ്പർ എന്ത് ചെയ്യും? കമ്പയർ ടു സ്റ്റീൽ കൂടുതൽ എക്സ്പാൻഡ് ആവും, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാവാനുള്ള ടെൻഡൻസി കാണിക്കും. എന്നാൽ സ്റ്റീൽ ആണെങ്കിൽ കോപ്പറിന്റെ അത്രയും എക്സ്പാൻഡ് ആവാനുള്ള ടെൻഡൻസി കാണിക്കില്ല. ബിക്കോസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് ലെസ് ദാൻ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. സോ ഇതിന്റെ റിസൾട്ടന്റ് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീലില് ഒരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും, സിഗ്മ എസ്, ബിക്കോസ് ഓഫ് ദിസ് കോപ്പർ. കോപ്പർ ഈ സ്റ്റീലിന് എന്ത് ചെയ്യും? പുൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും? സ്റ്റീലിൽ ഒരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും. സിമിലർലി കോപ്പറിൽ എന്ത് ചെയ്യും? ഒരു കംപ്രസീവ് സ്ട്രെസ്സും ആക്ട് ചെയ്യും. കോപ്പറിൽ എന്ത് ചെയ്യും? ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ അടുത്ത കേസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെ വാല്യൂ ഡിഫറന്റ് ആണെങ്കിൽ എക്സ്ട്രാ ഓരോന്നിലും ഒരെണ്ണത്തില് ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഒരെണ്ണത്തിൽ എന്ത് ചെയ്യും? ഒരു കംപ്രസീവ് സ്ട്രെസ്സും ആക്ട് ചെയ്യും. ഓക്കെ.
സോ ഈ ടൈപ്പ് പ്രോബ്ലം എക്സാമിന് ചോദിക്കാം. സോ ഇതിന്റെ കേസിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ ആയിരിക്കും. അവസാനം ഹീറ്റൊക്കെ പോയി ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ കോപ്പർ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തും സ്റ്റീലിനുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ? സ്റ്റീലിനുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടും. സ്ട്രെയിൻ ഓൺ സ്റ്റീൽ. സോ സ്ട്രെയിനിനെ നമ്മൾ എന്ത് ചെയ്താൽ സ്ട്രെയിനിനെ നമ്മൾ ഒറിജിനൽ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ശരിയല്ലേ? സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ ഈ സ്ട്രെയിനെ നമ്മൾ ഒറിജിനൽ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഇൻറ്റു ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഒന്ന് പ്ലസ് ഇതിനൊപ്പം തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു അഡീഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ടെൻസൈൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദി സ്റ്റീൽ. സോ അതിന്റെ വാല്യൂ എന്തായിരിക്കും? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ എസ് ആണ്. ആ സ്ട്രെസ് സിഗ്മ എസിനെ നമ്മൾ യങ്സ് മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടും. ശരിയല്ലേ? സ്ട്രെസ്സിനെ യങ്സ് മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ കിട്ടും. സോ ഇതിനെന്ത് ചെയ്യുക? സ്ട്രെയിനെ നമ്മൾ ഒറിജിനൽ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. സോ ഇതാണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ. സോ വാട്ട് വിൽ ബി ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ? ആൽഫ ഓഫ് കോപ്പർ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ ഹാപ്പനിങ് ഇൻ കോപ്പർ കിട്ടും. അതിനെ നമ്മൾ ഒറിജിനൽ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ കിട്ടും. ഇതിനൊപ്പം തന്നെ വേറൊരു എഫക്ട് കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഒരു കംപ്രസീവ് സ്ട്രെസ് ഈ കോപ്പറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന മൂലം ഇത് എക്സ്പാൻഡ് ആവില്ല. ഇത്രയും ചേഞ്ച് ഇൻ ലെങ്ത് ഇതിന് ഉണ്ടാവില്ല. ഇതിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് അല്പം കുറവായിരിക്കും. എന്തുമാത്രം? മൈനസ് ഇതിൽ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ സി ആണ്. സോ അത് നമ്മൾ യങ്സ് മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. ഒറിജിനൽ ലെങ്ത് വെച്ച് ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. സോ ഇത്രയും ലെങ്ത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, സോ ഈ പറഞ്ഞ സാധനം എന്താണ്? ഈ പറഞ്ഞ സാധനം എന്താണ്? അഡീഷണൽ ഡെൽറ്റ എൽ ഡ്യൂ ടു കോപ്പർ ആണ് അല്ലെ? അഡീഷണൽ ഡെൽറ്റ എൽ ഡ്യൂ ടു കോപ്പർ ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് മൂലം നമ്മുടെ സ്റ്റീലിനുണ്ടായ അഡീഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇതെന്താ? ഇത് നമുക്ക് ഡിസ്റ്റർബ്ഡ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയാം അല്ലെ? ഡിസ്റ്റർബ്ഡ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോപ്പർ ഡ്യൂ ടു സ്റ്റീൽ ഉള്ളത് കൊണ്ട് നമ്മുടെ കോപ്പറിനുണ്ടായ ഡിസ്റ്റർബ്ഡ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സോ നമ്മൾ തെർമൽ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ ഇക്വേഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സിറ്റുവേഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 2 സിമ്പിൾ പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എ 200 mm ലോങ് സ്ട്രെസ് ഫ്രീ റോഡ് at room temperature is held between 2 immovable rigid walls. അതായത് 2 ഇമ്മൂവബിൾ ആയിട്ടുള്ള റിജിഡ് വാൾസ്, അതിൻ്റെ ഇടയിൽ നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 mm ആണ്. 200 mm. ഓക്കെ, ദി ടെമ്പറേച്ചർ ഓഫ് ദി റോഡ് ഈസ് യൂണിഫോംലി റൈസ്ഡ് ബൈ 250 ഡിഗ്രി സെൽഷ്യസ്. ഈ റോഡിന്റെ ടെമ്പറേച്ചർ നമ്മൾ 250 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? റൈസ് ചെയ്യാണ്. അതായത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ ടി എത്രയാണ്? 250 ഡിഗ്രി സെൽഷ്യസ്. 250 ഡിഗ്രി സെൽഷ്യസ്. ഇഫ് ദി യങ്സ് മോഡുലസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആർ, യങ്സ് മോഡുലസും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസിന്റെ വാല്യൂ എത്രയാണ്? യങ്സ് മോഡുലസ് അഥവാ E ഈസ് ഈക്വൽ ടു 200 GPa
ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ് 1 × 10⁻⁻5 പെർ ഡിഗ്രി സെൽഷ്യസ്. സോ രണ്ടതിന്റെ വാല്യൂ ഒന്നേക്കുവാണ്. യങ്സ് മോഡുലസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെ വാല്യൂ ഒന്നേക്കുവാണ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സോ നമ്മളിവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുവാണ്. അതുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ എത്ര? തെർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ എത്ര? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ നമുക്കറിയാം തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ എന്താ? തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. E ഇൻറ്റു ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇയുടെ വാല്യൂ ജിഗാ പാസ്കലിലാണ്. ഇയുടെ വാല്യൂ ജിഗാ പാസ്കൽ. നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് മെഗാ പാസ്കലിലാണ്. ക്വസ്റ്റ്യനിൽ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മെഗാ പാസ്കലിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ജിഗാ പാസ്കലിനെ മെഗാ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് വരും? 200 ജിഗാ പാസ്കൽ. ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഗാ പാസ്കൽ മീൻസ് 10⁻⁹ പാസ്കൽ. മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 10�6 പാസ്കൽ അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 200 ജിഗാ പാസ്കലിനെ മെഗാ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പം എന്ത് വരും? 200 × 10⁻³ മെഗാ പാസ്കൽ. ശരിയല്ലേ? 200 × 10⁻³ മെഗാ പാസ്കൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 200 × 10⁻³ ഇൻറ്റു 1 × 10⁻⁻5 ഇൻറ്റു 250. ഓക്കെ. സോ ഇത് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്ററിന്റെ ആവശ്യം വരെയില്ല. 200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 × 10⁻² എന്ന് എഴുതാം. ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 250. സോ 10⁻² ഇൻറ്റു 10⁻³ 10⁻5 10⁻5 ഇൻറ്റു 10⁻⁻5 എന്തായി പൊക്കോളും? ഇതെല്ലാം കട്ട് ചെയ്ത് പൊക്കോളും അല്ലേ? സോ 2 × 250 എത്ര വരും? 500 മെഗാ പാസ്കൽ. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 500 മെഗാ പാസ്കൽ. പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ആൻസർ ചെയ്തിട്ട് നിർത്താം. എ സർക്കുലർ റോഡ് ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ഹാസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E and coefficient of thermal expansion alpha. One end of the rod is fixed and other end is free. If the temperature of the rod is increased by delta T, then എന്താണ്? ഒരു സർക്കുലർ റോഡ് ഉണ്ട്, അതിന്റെ 1 എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുവാണ്, അതർ എൻഡ് ഫ്രീ ആണ്. ഓക്കെ. അതിന്റെ തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആൽഫ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ യങ്സ് മോഡുലസ് E എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് കറക്റ്റ്? നമുക്കറിയാം 1 എൻഡ് മാത്രം ഫിക്സ് ആണെങ്കിൽ എന്താണ്? തെർമൽ സ്ട്രെസ് 0 ആണ്. സ്ട്രെയിൻ 0 അല്ല, സ്ട്രെയിൻ ഉണ്ടാകും അല്ലേ? സോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് E ഇൻറ്റു ആൽഫ ആൻഡ് ഡെൽറ്റ ടി. ശരിയാണോ? അല്ല. കാരണം എന്താ? സ്ട്രെസ് ഡെവലപ്ഡ് ഈസ് 0 ബിക്കോസ് 1 എൻഡ് ഈസ് ഫ്രീ ആൻഡ് സ്ട്രെയിൻ ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അത് ശരിയാണ്, പക്ഷെ ഒന്നാമത് തെറ്റാണ്. ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഡെവലപ്ഡ് ഇൻ ദി റോഡ് ആർ 0. സ്ട്രെസ്സും സ്ട്രെയിനും 0 ആണ്. ശരിയാണോ? അല്ല. സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് 0 ആൻഡ് സ്ട്രെയിൻ ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് 0 ആൻഡ് സ്ട്രെയിൻ ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി ഓപ്ഷൻ ഡി നമ്മൾ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് ഈസ് E ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആൻഡ് സ്ട്രെയിൻ ഈസ് 0. തെറ്റാണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു.